ഹലോ എവരി വൺ, ജനുവരി മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ബട്ടൺ കൂടി തന്നെ വെച്ചിരിക്കുക. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അതായത് IVF ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രൊജസ്ട്രോൺ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ആയിരിക്കും, IVF പ്രഗ്നൻസിയിൽ എന്തായാലും പ്രൊജസ്ട്രോൺ എല്ലാം പുറത്തുനിന്നാണ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഈ പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുകയും അത് കറക്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ IVF പ്രഗ്നൻസിയിൽ പ്രൊജസ്ട്രോണിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് എന്ന് മുതലാണ് നമുക്ക് പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന്. അപ്പോൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഉപയോഗിച്ചിട്ട് അതിൽ തന്നെ എൻഡോമെട്രിയം പ്രിപ്പയർ ചെയ്യുകയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും. അതിൽ തന്നെ നമുക്ക് ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് ആണ് തരുന്നത്. അത് ഓരോരുത്തരുടെ അനുസരിച്ച് ഡോക്ടേഴ്സ് അതിൻ്റെ ഡോസ് തീരുമാനിക്കും. ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് തന്നതിന് ശേഷം നമ്മുടെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് നമുക്ക് സ്കാനിങ്ങിലൂടെ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ എൻഡോമെട്രിയം ലെവലിൽ നമുക്കൊരു നിശ്ചിത 8 mm മേലെ ആണെങ്കിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സക്സസ് റേറ്റ് കൂടുതലുണ്ട്. അപ്പോൾ എൻഡോമെട്രിയത്തിന് പ്രധാനമായിട്ടും പല കാര്യങ്ങളും തിക്നെസ് മെഷർ ചെയ്യപ്പെടും. പിന്നെ അതിൻ്റെ ട്രിപ്പിൾ ലെയർ, അതിൽ പല മൾട്ടി ലെയേഴ്സ് ആണെന്ന് മെഷർ ചെയ്യപ്പെടും. ട്രിപ്പിൾ ലെയർ എൻഡോമെട്രിയമാണ് വളരെ നല്ലത്. പിന്നെ അതിൻ്റെ വാസ്കുലാരിറ്റി, അതായത് ബ്ലഡ് ഫ്ലോ, എൻഡോമെട്രിയത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ടുണ്ടോ, നന്നായിട്ട് രീതിയിലുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യപ്പെടും. അപ്പോൾ വാസ്കുലാരിറ്റി മെഷർ ചെയ്യുമ്പോഴത്തേക്കും സോൺ 3ഉം സോൺ 4ഉം ആണ് നല്ലത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എൻഡോമെട്രിയം ഒരു മൾട്ടി ലെയർ ആയിട്ടുണ്ട്, തിക്നെസ് 8 mm കൂടുതലുണ്ട്, വാസ്കുലാരിറ്റി ഉണ്ട്, ഇനിയിപ്പോൾ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യാമെന്ന് ഡോക്ടർക്ക് തോന്നുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ടൈമിലാണ് നമുക്ക് പ്രൊജസ്ട്രോൺ നമുക്ക് തന്നു തുടങ്ങുന്നത്. അതായത് എൻഡോമെട്രിയം റെഡിയായി വന്നതിന് ശേഷം. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ, നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ഉണ്ടാവും, ഈ പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്ത് എന്നായിരിക്കും എംബ്രിയോ ട്രാൻസ്ഫർ വന്നത്. അപ്പോൾ പലർക്കും പല എംബ്രിയോസ് ആയിരിക്കും. ചിലപ്പോൾ Day 2 എംബ്രിയോസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക, ചിലപ്പോൾ Day 3 ആയിരിക്കും, ചിലപ്പോൾ Day 5 ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എനിക്ക് സാധാരണ നോർമലി Day 3 ആണ് എല്ലാവർക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസം പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് മാത്രമായിരിക്കത്തില്ല, പ്രൊജസ്ട്രോൺ തന്നെ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ വജൈനലുണ്ട്, സപ്പോസിറ്ററീസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ ഓറലുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചിലർക്ക് 3 തരത്തിലും തരാം. അത് ഇഞ്ചക്ഷൻ തരാം, കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് ആയിട്ട് തരും, പിന്നെ വജൈനൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി തരും. 3 തരത്തിലും തരും. ചിലർക്ക് ചിലപ്പോൾ വജൈനൽ മാത്രമേ തരത്തുള്ളൂ. അങ്ങനെ ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് ഡോക്ടറെ ഡിസൈഡ് ചെയ്യും ഏത് പ്രൊജസ്ട്രോൺ ആണ് നമുക്ക് തരേണ്ടത്, എത്ര ഡോസാണ് തരേണ്ടതെന്നൊക്കെ നമ്മൾക്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി അച്ചീവ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ സ്റ്റാർട്ട് ചെയ്ത് കഴിച്ച 3ാമത്തെ ദിവസമായിരിക്കും, Day 3 എംബ്രിയോ ആണെങ്കിൽ 3ാമത്തെ ദിവസമല്ല, 3 ദിവസം കഴിച്ച ശേഷം 4ാമത്തെ ദിവസമായിരിക്കും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തലേ ദിവസം നമ്മൾ എന്തായാലും പ്രൊജസ്ട്രോൺ ലെവൽ മെഷർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രൊജസ്ട്രോൺ ലെവൽ മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10ൽ കൂടുതലാണെങ്കിലാണ് പ്രഗ്നൻസി അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ പ്രൊജസ്ട്രോൺ ലെവൽ നമുക്ക് ഇത്രയും ദിവസമൊക്കെ നമ്മൾ കഴിച്ചിട്ടും 10ൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോണിനെ പറ്റി, നമുക്ക് പ്രൊജസ്ട്രോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും, ലാബ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് കഴിച്ച ടാബ്ലറ്റ്സ് കഴിച്ച് 4 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ നമ്മുടെ ബ്ലഡിലുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊജസ്ട്രോണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എൻഡോമെട്രിയം റെഡി ആയ ശേഷം മാത്രമാണ് പ്രൊജസ്ട്രോൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് പ്രഗ്നൻസി ടിൽ beta-HCG വരെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. beta-HCG പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു 3 ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും. ഓരോ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. എന്തായാലും 3 മാസം എന്തായാലും കഴിക്കേണ്ടി വരും. ഡോസ് ചിലപ്പോൾ കുറച്ച് കൊണ്ടുവരായിരിക്കും, എന്നാലും 3 മാസം വരെ എന്തായാലും തന്നെ വേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. എല്ലാവർക്കും കണ്ടൻസ് ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.